The third school is Nyaya school. അക്ഷപാദ ഗൗതമ എന്ന് പറയുന്ന ഒരു സെയിന്റ്, ഒരു മങ്കാണ് ഈ ഒരു ന്യായ സ്കൂൾ പ്രപ്പോണ്ട് ചെയ്തത്. അക്ഷപാദ ഗൗതമ. ഓക്കെ, ഈ ഇതൊക്കെ സന്യാസിമാരാണ് കേട്ടോ, സന്യാസിമാരെ പോലത്തുള്ള ആൾക്കാരാണ്. കാരണം ലേറ്റർ വേദി കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ്. ശ്രമണ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ശ്രമണാസ്, സന്യാസീസ്, ഇങ്ങനെ കുറേ മങ്സും ഒക്കെ ആ കാലഘട്ടത്തിൽ കാണാൻ പറ്റും നമുക്ക്, ഭിക്ഷൂസ്. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ റിലീജിയസ് ഫിലോസഫീസ് കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിലൊന്നാണ് ദിസ് ന്യായ സ്കൂൾ. ന്യായസൂത്ര എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട്. അക്ഷപാദ ഗൗതമ എഴുതിയൊരു പ്രധാനപ്പെട്ട വർക്കാണ് ന്യായസൂത്ര. അതിൽ നിന്നാണ് ഈ ഫിലോസഫിയുടെ ഐഡിയ നമുക്ക് കിട്ടുന്നത്. ന്യായ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലോജിക് എന്നാണ്, അല്ലെ? നിങ്ങൾ ഒന്നിനെയും ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യരുത്. യു ഹാവ് ടു സെർച്ച് ഫോർ ലോജിക് ഓർ റീസൺ. ഓക്കെ, കുറച്ച് ലോജിക്കൽ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സയന്റിഫിക് ആൻഡ് റാഷണൽ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിലോസഫിയാണ് ഏത്? യോഗ ഫിലോസഫി. നോട്ട് ചെയ്ത് വച്ചേക്കാം. ദിസ് ഫിലോസഫി കോൺസ്റ്റന്റ്ലി സ്ട്രെസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് റീസണിങ് ആൻഡ് തിങ്കിങ്. ചിന്തിക്കുക, ഒന്നിനെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്, ചിന്തിക്കുക. And they also believe that the human suffering results from mistakes or defects. ഒരു മനുഷ്യൻ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു, ഹ്യൂമൻ സഫറിങ് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്സ് ആണ്. എന്തുകൊണ്ടാണ് മിസ്റ്റേക്സ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഡിഫക്റ്റ് ഉണ്ടാവുന്നത്? നിങ്ങൾ ശരിയായിട്ടുള്ള അറിവ് നേടാത്തത് കൊണ്ടാണ്. നമ്മൾ സാഖ്യ ഫിലോസഫിയിൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ജീവാ സ്റ്റേറ്റിലൂടെയും മോക്ഷ സ്റ്റേറ്റിലൂടെയും കടന്നു പോകണമെങ്കിൽ ശരിയായിട്ടുള്ള അറിവ് വേണം. ന്യായയിലും പറയുന്നത് തന്നെയാണ്. ഹ്യൂമൻ സഫറിങ്ങിന്റെ ഏറ്റവും വലിയ കാരണം മിസ്റ്റേക്സ് ആണ്. എന്തുകൊണ്ട് മിസ്റ്റേക്സ് സംഭവിക്കുന്നു? കാരണം നിങ്ങൾ അക്വയർ ചെയ്യുന്ന നോളജ് ഇസ് വെരി റോങ് നോളജ്. ഇപ്പം റൈറ്റ് നോളജ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂമൻ സഫറിങ്സിൽ നിന്നും രക്ഷപ്പെടാം. ആ ഒരു തിയറിയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, the defects produced by the activity under wrong knowledge, that is the reason for human suffering. Moksha is granted through right knowledge. Salvation എങ്ങനെ അറ്റൈൻ ചെയ്യാം? യൂസിങ് റൈറ്റ് നോളജ്. ഇപ്പം നോളജിനും ന്യായ സ്കൂളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നോളജ് ആ ഒരു എലമെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു റിലീജിയസ് ഫിലോസഫിയാണ് ദിസ് ന്യായ സ്കൂൾ. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി എങ്ങനെ റൈറ്റ് നോളജ് അക്വയർ ചെയ്യാം? നോളജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഫിലോസഫിയാന്ന് പറഞ്ഞു. 4 രീതിയിലാണ് നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ കഴിയാം. 1 ത്രൂ പ്രത്യക്ഷ ഓർ പ്രതീക്ഷ. ദ സെക്കൻഡ് വൺ ഇസ് അനുമാന, ഉപമാന, ശബ്ദ. ഒരു കോണ്ടെക്സ്റ്റ് കാണുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവണം, നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവണം. അതാണ് പ്രതീക്ഷ അഥവാ പ്രത്യക്ഷ എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഇൻഫറൻസ് ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവും. അത് പോരാഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്, നിങ്ങൾ അറിഞ്ഞ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു ഇൻഫറൻസ് കൊണ്ടുവരണം. അതാണ് അനുമാന എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ മറ്റ് ഇതുപോലെ സിമിലർ കോമ്പോസുമായിട്ട് കമ്പയർ ചെയ്യാം, കമ്പാരിസൺ. ഓക്കെ, അവിടെ അതങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടായിരിക്കും ഇവിടെ എങ്ങനെ സംഭവിച്ചത്. ഇപ്പം 2 കോണ്ടെക്സ്റ്റ്, 2 സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. എന്നിട്ട് അവസാനം ശബ്ദ ഓർ ഹിയറിംഗ്. ആരെങ്കിലും പറയുന്നത് കേട്ട് പരിചയമുണ്ടോ? അങ്ങനെ ആരെങ്കിലും കേട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനത്തെ ശബ്ദ ഓർ ഹിയറിംഗ്. ഇതെല്ലാം 4 ഫോം ഓഫ് നോളജ് അക്വയർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ദീസ് 4 proofs or 4 types of knowledge acquirance is known as 4 pramanas. ഇപ്പം റൈറ്റ് നോളജ് അക്വയർ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ. എങ്ങനെ റൈറ്റ് നോളജ് അക്വയർ ചെയ്യാം? 4 രീതിയിൽ: പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവരും ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, ഇവരും ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ഗോഡിന് വരെ, ഗോഡിന്റെ എക്സിസ്റ്റൻസിന് വരെ ഇവർ ലോജിക്കൽ എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. ഈശ്വരൻ എന്ന കോൺസെപ്റ്റിൽ ബിലീവ് ചെയ്യുന്നവർ തന്നെയാണ്. ദൈവത്തെ അങ്ങനെ തള്ളിക്കളയുന്നൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനും ഇവർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഫിലോസഫിയാണ് ദിസ് ന്യായ ഫിലോസഫി. ദ 4th philosophy is വൈശേഷിക സ്കൂൾ. 4ാമത്തെ ഫിലോസഫിയാണ് വൈശേഷിക സ്കൂൾ. ഫൗണ്ടഡ് ബൈ കനാഡ മഹർഷി. ഉലുക കനാഡ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കനാഡ മുനി, കനാഡ മഹർഷി എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് ഈ വൈശേഷിക ഫിലോസഫി ഫൗണ്ട് ചെയ്തിട്ടുള്ളത്.
ഇതും കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള ഫിലോസഫിയാണ്. ന്യായ സ്കൂൾ പോലെ തന്നെ കുറച്ച് സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഈ ഒരു വൈശേഷിക ഫിലോസഫി. ഓക്കെ, കുറച്ച് മെറ്റാഫിസിക്കൽ തിയറിയിൽ ബിലീവ് ചെയ്യുന്നു. വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആദ്യമായിട്ട് ഫിസിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിന് തുടക്കം കുറിക്കുന്നത്. ഫിസിക്സ് സബ്ജക്റ്റില്ലേ, നമ്മൾ ഈ മാറ്ററിനെ കുറിച്ചും സ്പേസിനെ കുറിച്ചൊക്കെ പറയുന്നില്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആറ്റത്തിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഫിസിക്സിന് ഒരു സ്റ്റാർട്ടിങ് കുറിച്ച ഫിലോസഫി ആയിട്ട് വൈശേഷിക ഫിലോസഫി പറയാം. കുറച്ച് മെറ്റാഫിസിക്കൽ തിയറിയിൽ ബിലീവ് ചെയ്യുന്നു. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: it emphasizes that everything in the universe may be broken down into atoms or പരമാണു. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് ബ്രേക്ക് ചെയ്യാം, അല്ലെ, അതിനെ തകർത്ത് അവസാനം എത്തി ഏറ്റവും സിംപ്ലർ യൂണിറ്റിലേക്ക് കൊണ്ടെത്തിക്കാം. ആ സിംപ്ലർ യൂണിറ്റിനെയാണ് ആറ്റംസ് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പരമാണു എന്ന് പറയുന്നത്. നമ്മൾ ജോൺ ഡാൾട്ടൺസ് തിയറി കേട്ടിട്ടുണ്ടാകുന്നത് ആറ്റംസ് ആർ ഡിവിസിബിൾ, അല്ലെ, ആറ്റംസ് ആർ നോട്ട് ഡിവിസിബിൾ എന്നാണ് ഡാൾട്ടന്റെ തിയറി പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല എന്ന് പിൽക്കാലത്ത് തെളിയിച്ചു. എന്നാലും ആറ്റത്തിന്റെ ആറ്റം തിയറിക്കകത്ത് എന്താ പറയുന്നത്, ആറ്റോമിക് തിയറിക്കകത്ത് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. എല്ലാം ഡിവൈഡ് ഏറ്റവും അവസാനം ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു എലമെന്റിൽ കൊണ്ടെത്തിക്കും. ദാറ്റ് ഈസ് വാട്ട് ആറ്റം ഇസ്. ഇതാണ് ജോൺ ഡാൾട്ടന്റെ തിയറി. ദ സെയിം കോൺസെപ്റ്റ് ആണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇവർ ആറ്റത്തിനെ പരമാണു എന്ന് വിളിച്ചു. പരമാണുസ് ആർ ഇൻഡിവിസിബിൾ. ഇനി അങ്ങോട്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പരമാണു ഇസ് the core, the single simpler unit of everything എന്നാ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഫിലോസഫിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇവിടെയും രണ്ട് രീതിയിൽ നമുക്ക് സാൽവേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 2 methods. വൺ ഇസ് പ്രത്യക്ഷ ആൻഡ് അനുമാനം. അതായത് ഇവിടെയും ഈ ഒരു നോളജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇതാണ് സത്യം. ആറ്റംസ് ആർ the core element. ഇത് സത്യമാണ്. ദിസ് ഇസ് ദ റിയാലിറ്റി. ഈ റിയാലിറ്റി നിങ്ങൾ അക്വയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തേടണം എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നോളജ് അക്വയർ ചെയ്യാം. ഒന്ന് പ്രത്യക്ഷ, മറ്റൊന്ന് അനുമാനം. ഞങ്ങൾ ഈ പറഞ്ഞ തിയറി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, ഇതിന് ചെക്ക് ചെയ്യാം. പ്രത്യക്ഷ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അല്ലെ, പ്രത്യക്ഷ എന്ന് വെച്ചാൽ എന്താ, പെർസെപ്ഷൻ. നിങ്ങൾക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവണം. ആൻഡ് അതുപോലെ അനുമാനം, മറ്റുള്ള കോൺടെക്സ്റ്റ് വെച്ചിട്ട് മറ്റുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഫറൻസ് കൊണ്ടുവരിക. ഈ രണ്ട് രീതിയിൽ യു ക്യാൻ വാലിഡേറ്റ് ദിസ് തിയറി. ദാറ്റ് ഇസ് എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന തിയറി.